നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് നഴ്സുമാർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാത്ത മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. പുത്തൂർ മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാനയിറങ്ങി. കാട്ടാനശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിൽ നിന്ന് അവധി നൽകി. സംസ്ഥാന പോലീസ് സേനയിൽ വീണ്ടും പരിഷ്കാരങ്ങൾ വരുന്നു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ മുതൽ മുകൾ തട്ടിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഉൾപ്പെടുന്ന നിലവിലെ ഘടനയിൽ മാറ്റം വരുത്തും. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് കണ്ണീരോടെ മടക്കം. ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരുന്തുരുത്തി പുളിക്കക്കടവ് പാലത്തിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് പാലത്തിൽ വെള്ളം കയറിയത്. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയുമായി. ജൂബിലി അമല മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സമരവുമായി ബന്ധപ്പെട്ട് തൃശൂർ അതിരൂപതയെയും സഭാ നേതൃത്വത്തെയും അവഹേളിക്കുന്നവർക്കെതിരെ ഏനാമാക്കൽ ഇടവകയിൽ പ്രതിഷേധ സംഗമം നടന്നു. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ ചിറ്റാട്ടുകര ഇടവകയിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. DYFI SFI ബാലസംഘം താന്യം തെക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ആദരിക്കലും ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി GMLP സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ലൗലി വിൽസൺ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഷിക്കാഗോ സെന്റ് തോമസ് രൂപതയുടെ 1 വർഷം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 9 മുതൽ 12 വരെ നടക്കും. പൊതുസമ്മേളനം സിറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാപ്പിൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. KCCLന്റെ നേതൃത്വത്തിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കേരള വിഷൻ ടേണിംഗ്സ് എന്നിവയുടെ സഹകരണത്തോടെ തൃശൂരിൽ മിഷൻ 30 ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. തൃശൂർ ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച മിഷൻ 30 ബിസിനസ് മീറ്റ് COA ജനറൽ സെക്രട്ടറി PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാതല +1 പ്രവേശനോത്സവം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മന്ത്രി അഡ്വക്കേറ്റ് OG ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ നായർ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള അഷ്ടമി രോഹിണി ആഘോഷങ്ങൾക്ക് ഒരുക്കം തുടങ്ങി. മമ്മിയൂർ നായർ സമാജം ഹാളിൽ നടന്ന ചടങ്ങ് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികൾക്ക് ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ CH മുഹമ്മദ് കോയ സാഹിബ്, MK ഹസൻ അലി ഹാജി, PM അബ്ദു ഹാജി മെമ്മോറിയൽ അവാർഡ് വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം INTUC യൂണിയൻ തൊഴിലാളി ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. ചെറുമനേങ്ങാട് മടപ്പാട്ട് പറമ്പിൽ 52 വയസ്സുള്ള സിദ്ദിഖാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് ചായക്കടയിൽ അതിക്രമിച്ചു കയറി വാളുമായി വധഭീഷണി മുഴക്കിയ കേസിലെ പ്രതികളെ കയ്പമംഗലം പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ, പ്രായപൂർത്തിയാകാത്ത സുഹൃത്ത് എന്നിവരാണ് പിടിയിലായത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയം തിരുത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ വെള്ളാറ്റഞ്ഞൂർ മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് KM അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികച്ച 2ാമത്തെ സഹകരണ ബാങ്കായി കടവലൂർ സർവീസ് സഹകരണ ബാങ്കിനെ തെരഞ്ഞെടുത്തു. വരടിയം സർവീസ് സഹകരണ ബാങ്കിനാണ് 1ാം സ്ഥാനം. കൂനമ്മൂച്ചി ബാങ്കിന് 3ാം സ്ഥാനവും ലഭിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കാർബൺ ന്യൂട്രൽ മണലൂർ മാതൃക വികസന പദ്ധതിക്ക് തുടക്കമായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബിബിൻ മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മുർഷിദാബാദ് സ്വദേശി അബൂബ മണ്ഡലിനെയാണ് അറസ്റ്റ് ചെയ്തത്.
പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ 16ാമത് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്കുള്ള സൗജന്യ കർക്കിടക കഞ്ഞി കിറ്റ് വിതരണം നടന്നു. മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. 35 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പെരുന്നഞ്ചിറ നവീകരണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് BJP ആളൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PS സുബീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.